ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം കളിക്കാൻ പോകുന്നത് വ്യാഴാഴ്ചയാണ്. ചെന്നൈയിൻ എഫ്സിക്കെതിരെയാണ് മത്സരം വരുന്നത്. ഒരു അവേ മത്സരമാണ്. ഇരുവരും കഴിഞ്ഞ മത്സരം പരാജയപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു മത്സരത്തിൽ വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനോട് പരാജയപ്പെട്ടിട്ട് വരുമ്പോൾ ചെന്നൈയിൻ എഫ് സി ഗോവയോട് പരാജയപ്പെട്ടുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാതെ വരുന്നത്. ഇപ്പോൾ മത്സരത്തിൽ മുന്നോടി നടത്തിയ പ്രസ് മീറ്റിൽ ടി ജി ഭൂഷാദ് ഒരു ഫോർമിൽ പാവം പകർത്തിട്ടുള്ളത്. ടി ജി ഭൂഷാദ് കോച്ച് പറയുന്നു. ടി ജി ഭൂഷാദ് കോച്ചിനോട് പ്ലേ ഓഫ് സാധ്യതകളെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്ലേ ഓഫ് ഞങ്ങൾ ഓരോ മത്സരങ്ങളായി വിജയിച്ച് കയറുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അടുത്ത ഞങ്ങളുടെ ഒപ്പോണൻസ് ചെന്നൈയാണ്. അവർക്കെതിരെ വിജയിച്ച് കയറുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. വ്യക്തമായ ടാക്ടിക്സ് കൂടി ഞങ്ങൾ ചെന്നൈക്ക് ഇറങ്ങുന്നതെന്നാണ് കോച്ച് പറയുന്നു. പിന്നീട് അവർ വളരെ ഫിസിക്കലി ഉള്ള ടീമല്ലേ എന്നുള്ള ചോദ്യത്തിന് അവർ ഫിസിക്കലി ഉള്ള ടീമാണ്. ഞങ്ങളും ഫിസിക്കലി കളിക്കാൻ കഴിവുള്ള ടീമല്ലേ ഞങ്ങളും ഏരിയൽ ഡ്യുവൽസ് ചെയ്യാൻ കഴിവുള്ള ടീമാണെന്നാണ് ടി ജി കോച്ച് പറയുന്നത്. പിന്നീട് ചെന്നൈയിൻ എഫ്സിയുടെ പരിശീലകനായ ഓം കോഹലിനെ കുറിച്ചാണ് ടി ജി കോച്ച് ചോദിച്ചത്. അദ്ദേഹം ഇന്ത്യയിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള കോച്ചാണ്. എല്ലാവിധ റെസ്പെക്റ്റും ചെന്നൈയിൻ എഫ് സി കോച്ചിന് കൊടുക്കുന്നു. പക്ഷേ ചെന്നൈയിൻ എഫ് സി കോച്ചിനെതിരായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ടാക്ടിക്സ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ആ ഒരു ഗോൾ നേടും, ആ കളി വിജയിച്ച് കയറുവാനായി എല്ലാം ശ്രദ്ധിച്ച് കളിക്കും എന്നാണ് ടി ജി കോച്ച് പറയുന്നത്. പിന്നീട് ടി ജി കോച്ച് പറയുന്നു, ചെന്നൈയിൻ എഫ് സിക്കെതിരായിട്ടുള്ള മത്സരത്തിന് ശേഷം ഞങ്ങൾക്ക് ഫെബ്രുവരി 15 നോമ്പകാരായിട്ടാണ് മത്സരം വരുന്നത്. അതുവരെ എനിക്കൊരു ഗ്യാപ്പാണ്. അത് ഞങ്ങൾ നല്ല ലക്ക് ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ട് മികച്ച രീതിയിൽ തിരിച്ചു വരാനായി ശ്രമിക്കും. ഈ 2 ആഴ്ച കിട്ടുന്നത് ഞങ്ങൾ നല്ല ട്രെയിൻ ചെയ്ത് ക്യാമ്പിൽ ശക്തമായി തിരിച്ചു വരാനായി ശ്രമിക്കുമെന്നാണ് ടി ജി കോച്ച് പറയുന്നത്. വ്യാഴാഴ്ചകളിൽ ചെന്നൈക്കെതിരായിട്ടുള്ള മത്സരം ഏതായാലും മാച്ച് റിസൾട്ടുമായി കാണാം.